ഞങ്ങളിപ്പോൾ എനിക്ക് കുറച്ച് ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് സെക്യൂറ മാളിലോട്ടേക്കാണ് ഈ പോകുന്നത്. ഇപ്പോൾ ഇവിടെ മാക്സിൽ ഒത്തിരി കളക്ഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഏതെടുക്കണമെന്ന് ഫുൾ കൺഫ്യൂഷൻ ആയിരുന്നു. ഞാനൊരു അനിമെ ഫാൻ ആയതുകൊണ്ട് എപ്പോഴും ഈ ഒരു സെക്ഷനിൽ വെറൈറ്റി എന്തെങ്കിലും ഉണ്ടോ നോക്കാറുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഞാനൊരു JJK പ്രിൻ്റഡ് ടീഷർട്ട് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഇഷ്ടമായി, ഞാൻ എടുത്തില്ല. അങ്ങനെ കുറച്ച് ടോപ്പ് വെയർ ഒക്കെ സെലക്ട് ചെയ്ത് പിന്നെ കുറച്ച് ജീൻസൊക്കെ ട്രയൽ ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ നെസ്റ്റോയിലേക്കാണ് പോയത്. ഇവിടെ നിന്ന് എന്തെടുക്കണമെന്ന് വണ്ടർ അടിച്ച് ഓടി നടന്ന് നോക്കലാണ് എൻ്റെ അനിയത്തി. ലാസ്റ്റ് നമ്മൾ അവിടെ നിന്ന് ഒരു ഡ്രീം കേക്ക് എടുത്ത് പിന്നെ ഫുഡ് കഴിക്കാൻ നമ്മൾ തൊട്ടടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ കയറി ബിരിയാണി ഓർഡർ ചെയ്ത്. സത്യം പറഞ്ഞാൽ കുറേ നാൾക്ക് ശേഷം ഞാൻ നല്ലൊരു ബിരിയാണി കഴിക്കുന്നത്. ഫ്ലേവർ വൈസും ക്വാണ്ടിറ്റി വൈസും പക്കാ വേർത്തായിരുന്നു. അവിടുന്ന് ഫുഡ് കഴിച്ച് നമ്മൾ നേരെ സ്റ്റുഡിയോയിലേക്കും കൂടി ഒന്ന് പോയി. ഇവിടെയും നല്ല നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. മെയിൻലി വിൻ്റർ കളക്ഷൻസാണ് കൂടുതലും. അവിടുന്ന് കുറച്ച് ജീൻസൊക്കെ ട്രയൽ ചെയ്ത് നേരെ നമ്മൾ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇതാണ് ഞാൻ നെസ്റ്റോന്ന് വാങ്ങിച്ച ഡ്രീം കേക്ക്. ഇതിപ്പോൾ ട്രാവൽ ചെയ്ത് വന്നുകൊണ്ടാണ് ഈ കേക്ക് ഇങ്ങനെ ഇരിക്കണേ. നെസ്റ്റോയിൽ ഈ ഒരു കേക്ക് എപ്പോഴും ഓഫറിൽ 200 റുപ്പീസിനാണ് കൊടുക്കുന്നത്. ഒരു പെർഫെക്റ്റ് ഡ്രീം കേക്ക് പോലെ അല്ലെങ്കിലും ഈ ഒരു റേറ്റിന് എന്തുകൊണ്ടും ഇത് വേർത്താണ്. അത്യാവശ്യം 2 പേർക്കൊക്കെ കഴിക്കാനുള്ള നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേക്കിൽ. എല്ലാം ഒന്നും ഇവൾ കഴിക്കില്ല. നമ്മൾ കഴിക്കുമ്പോൾ ഇങ്ങനെ നോക്കിയിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു കുഞ്ഞു പീസ് ഇവൾക്ക് കൂടെ കൊടുക്കാം.